അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ടാലോ? ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനല്ലേ? എന്നാലും സാരില്ല, കുറച്ചൊക്കെ കണ്ടോളി. രാവിലെ തന്നെ എണീറ്റപ്പോൾ പെരും മഴ, ഒന്നും പറയാനില്ല. അതേമാതിരി പുതച്ചു മൂടി ഒറ്റ കടത്താ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ സമയം നോക്കിയപ്പോൾ 10 മണി. പിന്നെ ഇതാ ഈ പുന്നാരക്കുട്ടൻ്റെ കൂടെ കുറച്ചൊക്കെ അങ്ങോട്ട് കളിച്ച് പാട്ടൊക്കെ പാടി. ഓനതാ പാട്ടൊക്കെ ഏതൊക്കെയോ വരിക്കാക്കി പാടുന്നുണ്ട്. അലുവയോ ജിലേബിയോ എന്തൊക്കെയോ പാടുന്നുണ്ട്. ഞാനതൊക്കെ കേട്ട് തിരിച്ച് അതേമാതിരി പാടി കൊടുക്കുക, അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ, മോനായി പോയില്ലേ. പിന്നെ ഇതാ ഓനെ കുറച്ച് കൊഞ്ചിച്ച് ഓൻ്റെ കൂടെ കുറച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ ഇതാ സ്ട്രോങ് ആയി പിന്നെയും വരികയാണ്. പിന്നെ അങ്ങോട്ട് വിചാരിച്ച് കുറച്ച് നേരം മഴയത്ത് കളിച്ചാലോ എന്ന്. പിന്നെ അലാറടിക്കണ പോലെ ഓരോരുത്തരെ ചീത്ത കേൾക്കണ്ടേന്ന് ആലോചിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്ന്. പിന്നെ മഴ കണ്ടിട്ട് സഹിക്കണില്ല കേട്ടോ. പിന്നെ ഇറങ്ങണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്ന് ഞങ്ങളിതാ പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടിങ്ങോണ്ട് നിന്ന് അങ്ങനെ ലാസ്റ്റ് മഴയത്തിറങ്ങി കളിക്കണ പ്രഹസനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവളെന്താ അത് ഈ കുട്ടിക്കുപ്പായിട്ട് തുള്ളണതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മഴ കണ്ട നമുക്ക് 40 വയസ്സായാലും നമ്മൾ കുട്ടി തന്നെയല്ലേടോ. അങ്ങനെ ഞാനും എൻ്റെ മക്കളും എല്ലാം മഴയത്ത് ഡിസ്കോ ഡാൻസ് ഫുൾ. അങ്ങനെ തലയൊക്കെ നനഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ഉള്ള പൂരപ്പാട്ട് വേറെ കിട്ടാണ്ട് അത് ബാക്കി. എന്നാലും കുഴപ്പമില്ല, എന്നാലും കളിക്കാനേ. കാരണം എന്നും വരിക പോവുക ഇതന്നെ ഫുൾ. വേറെ ഒരു ലൈഫ് എൻജോയ്മെൻ്റൊക്കെ വേണ്ടേ. അങ്ങനെയാണ് ഞാൻ മഴയത്തിറങ്ങി ഡിസ്കോ ഒക്കെ കളിക്കണം. അങ്ങനെ മഴയത്ത് കളിച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെ മഴയത്ത് കളിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള്. എൻ്റെ കയ്യിലുള്ള സാരിയും ബ്ലൗസൊക്കെ എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എന്നെ ഞാനൊന്ന് സെറ്റാക്കി തരാ പറഞ്ഞിട്ട്. എൻ്റെ പണ്ടത്തെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ എന്നെ പെട്ടെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പട്ടി പോവും. എന്നാലും കുഴപ്പമില്ല, ഞാൻ വരുന്നുള്ള വിശ്വാസത്തിലാണ് അവൾ വിളിക്കണത്, അതുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ മഴയത്ത് ഇങ്ങനെ കളിച്ച് വേഗം അങ്ങോട്ട് സെറ്റായിട്ട് പോവാമെന്ന് വിചാരിച്ച് കൈ കിട്ടിയ സാരിയും ബ്ലൗസും ഓർണമെൻറ്റ്സും ഒക്കെ എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം. എന്നിട്ട് നിൽക്കുന്നുണ്ടോ അവൻ്റെ മഴയത്തുള്ള കളി? ഇല്ല. മഴയത്ത് കളിക്കാൻ തുടങ്ങി. ഞാൻ ചീത്തറിന് കയറ്റിയപ്പോഴും കയറുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ പോയി സ്റ്റാൻഡിലെത്തി. കുളിച്ചിട്ട് നനച്ചിട്ടൊന്നുമില്ല കേട്ടോ, മഴ നനഞ്ഞ അതേപോലെ മാറ്റിപ്പോയി. സ്റ്റാൻഡിലെത്തി മേക്കപ്പ് തുടങ്ങി. അതാണ് അതിൻ്റെ പ്രഹസനാണ് നിങ്ങൾ കാണുന്നതൊക്കെ. അങ്ങനെ മേക്കപ്പൊക്കെ തുടങ്ങി, ഫുള്ള് സെറ്റായി, അടിപൊളി. അങ്ങനെ സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട്. ലാസ്റ്റ് മേക്കപ്പൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത്. രാത്രി വീട്ടിലെത്താൻ 9 മണിയായി. അതോടുകൂടി ഫുള്ള് തീരുമാനമായില്ലേ. രാവിലെ തൊട്ട് ഫുള്ള് കളി, മേക്കപ്പ്, പിന്നൊന്നും പറയാനില്ലല്ലോ വീട്ടിലത്തെ കേൾക്കലൊന്നും.